വർഷങ്ങൾക്കു ശേഷം ഒരേ പ്രദേശത്ത് പുലി വരുന്നത് ഇത് രണ്ടാം തവണ. വനമേഖല പോലെ കിടക്കുന്ന പ്രദേശമാണോ ഇതിന് മുഖ്യ കാരണമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ പ്രദേശത്തെ കാടുകൾ വെട്ടിത്തെളിക്കുന്നതിന് ഭൂവുടമകൾക്ക് നോട്ടീസ് നൽകുവാൻ റവന്യൂ വിഭാഗം രംഗത്ത്. 2010 മാർച്ചിലാണ് പടിഞ്ഞാറേക്കര അഴിമുഖത്ത് പുലിയുണ്ടെന്നുള്ള ആശങ്ക പ്രചരിക്കുകയും തുടർന്ന് പുലിക്കൂട് സ്ഥാപിക്കാൻ കൊണ്ടുവന്ന കല്ലുകൾക്കിടയിൽ പുലിയെ കണ്ടെത്തുകയും കൂട് സ്ഥാപിച്ച് പുലിയെ ഫോറസ്റ്റ് അധികൃതർ പിടികൂടുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഈ പ്രദേശത്ത് പുലി ഇറങ്ങി. ഇവിടെ ഇങ്ങനെ നിരന്തരം പുലി വരുന്നതിന്റെ കാരണങ്ങളിൽ മുഖ്യമായത് ഇവിടെ കൊടും കാട് എന്ന് തോന്നിപ്പിക്കും വിധമുള്ള പ്രദേശമാണോ? പടിഞ്ഞാറേക്കരയിലാണ് വനമേഖല പോലെ ഏക്കർ കണക്കിന് സ്ഥലം കാട് മൂടിക്കിടക്കുന്നത്. ഇവിടെ സ്ഥിതി ചെയ്യുന്ന പള്ളിക്ക് പോലും കാട്ടിലെ പള്ളി എന്നാണ് പേര്. ഉല്ലാസ് നഗർ, കാട്ടിലെ പള്ളി, പണ്ടാഴി പ്രദേശങ്ങളിലായാണ് ഇത്രയും ഭൂമി വനമേഖല പോലെ കാട് മൂടിക്കിടക്കുന്നത്. പുലിയും കരടിയും ആനയും ഉണ്ടെങ്കിൽ പോലും പുറത്തു കാണാൻ കഴിയാത്ത രൂപത്തിൽ വളർന്നു പടർന്നു പന്തലിച്ചാണ് ഇവിടെ കാടായി മാറുന്നത്. ഈ പ്രദേശം വിവിധ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ളതാണ്. ഇതിന്റെ ഉടമകൾ ആരും തന്നെ ഈ പ്രദേശവാസികൾ അല്ലതാനും. ഇതിനകത്താണ് ഇപ്പോൾ പുലിയുള്ളതായും സംശയിക്കുന്നത്. ഈ പ്രദേശത്തോട് ചേർന്ന് നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഇതുകൂടി മനസ്സിലാക്കിയാണ് ഭൂവുടമകൾക്ക് കാട് വെട്ടിത്തെളിക്കുവാൻ നോട്ടീസ് നൽകുന്നതെന്ന് ഡെപ്യൂട്ടി തഹസിൽദാർ രമണി ന്യൂസ് 19 പറഞ്ഞത്. അതായത് ഇവിടെ വന്നപ്പോൾ നമ്മൾ ഇന്ന സ്ഥലത്തോടെ ഒരു മരത്തിൻ്റെ മീതെ അങ്ങനെ പുലിനെ കണ്ടു എന്നുള്ളത് കൺഫേംഡ് ആയിട്ടുണ്ട്. പക്ഷേ അത് പിന്നെ ഇവിടെ കൂട് ഒരുക്കിയിട്ടുണ്ട്. ഫോറസ്റ്റുകാരും കൂടി വൈകിട്ട് കൂട് ഒന്നും കൂടി വെക്കാമെന്നാണ് പറയുന്നത്. പിന്നിപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഈ അടിക്കാടുകളൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കത് ഇതിൻ്റെ ബോർഡമനെ കണ്ടെത്തിയിട്ട് അവർക്ക് നോട്ടീസ് കൊടുക്കണം. കാരണം ഇത് പരിസരവാസികൾ ഇവിടെ ജനവാസ മേഖല ആയതുകൊണ്ട് പരിസരവാസികൾക്ക് ഇവിടെ വന്നിട്ടുള്ള അങ്ങനത്തെ ജീവികളുടെ ശല്യം ഉണ്ടാവാതിരിക്കാൻ ഇതിൻ്റെ ബോർഡമനെ കണ്ടെത്തി അവർക്ക് നോട്ടീസ് കൊടുക്കണം. അതിൻ്റെ ഈ കാടുകളൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഇതേ അവസ്ഥ തുടരുകയാണെങ്കിൽ ഇവിടെ ശല്യം കൂടി ഉണ്ടാവുള്ളൂ. ഇന്നലെ പ്രദേശം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്താൻ എത്തിയതായിരുന്നു റവന്യൂ സംഘം. റവന്യൂ അധികാരികളോട് പ്രദേശവാസികൾ കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും ആശങ്ക അറിയിക്കുകയും ചെയ്തു. ഡെപ്യൂട്ടി തഹസിൽദാർ രമണിക്കൊപ്പം പുറത്തൂർ വില്ലേജ് ഓഫീസർ വിജി, റവന്യൂ ഉദ്യോഗസ്ഥർ ഹരിലാൽ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. ന്യൂസ് 99 തിരൂർ. പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ തിരൂരിലും. ഡൽഹി, കൊൽക്കത്ത, ബോംബെ, സൂറത്ത്, അഹമ്മദാബാദ്, ഈറോഡ്, തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു. ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇതാദ്യം. 3/4 ഷോർട്സ്, ലേഡീസ് പല്ലാസോ, ലെഗിൻസ് 79 രൂപയ്ക്ക്, മെൻസ് ടീഷർട്ട് 99 രൂപയ്ക്ക്, ലേഡീസ് കുർത്തി, ടോപ്പ്, ലെഗിൻസ്, ജഗ്ഗിൻസ്, സ്കേർട്ട് 99 രൂപയ്ക്ക്, ലേഡീസ് ടീഷർട്ട് 99 രൂപയ്ക്ക്, ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് 49 രൂപയ്ക്ക്, ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ് 99 രൂപയ്ക്ക്, കിഡ്സ് ഷോർട്ട് 19 രൂപയ്ക്ക്, മെൻസ് കാഷ്വൽ ഷർട്ട് 149 രൂപയ്ക്ക്, മാറ്റ് 19 രൂപയ്ക്ക്. ഈ വിറ്റഴിക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം. ആദ്യമാദ്യമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു. വസ്ത്രമഹാത്ഭുതം, മുനിസിപ്പൽ സ്റ്റേഡിയം, താനൂർ റോഡ്, താഴെപ്പാലം, തിരൂർ.